അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ ട്ടോ. അപ്പൊ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ന്യൂനിതാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണം. ഇന്ന് കുറച്ച് നേരത്തെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂള് പിന്നെ നമ്മളെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇക്ക കൊണ്ടുവിടലാണ്. അപ്പൊ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാലോ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ റോട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പൊ എമിനുവിനും ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു, ജുബ്ബൊക്കെ ഇട്ട് കൊടുത്ത്. കാരണം അവരെ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പക്ഷെ എമിനു നിന്ന് തരുന്നുണ്ടായിരുന്നില്ല ട്ടോ. പിന്നെ കുറച്ചൊക്കെ ഞാൻ എടുത്തു. അപ്പൊ അതിനൊക്കെ ശേഷം ന്യൂന് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അവൾക്ക് ഗ്രൗണ്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കുറെ ദിവസമായിട്ട് എന്നോട് ചോദിക്കല്ലോ നടത്തിയിട്ട്. അപ്പൊ എന്നും സ്കൂൾ വിട്ട് വരുന്ന ആ ടൈം ആകുമ്പോൾ മഴയായിരിക്കും. പിന്നെ ശനി ഞായർ എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴും പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് അപ്പം നല്ലൊരു തെളിവുണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓക്കെ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയതാട്ടോ. ഞാൻ സൈക്കിൾ എടുത്തിട്ട് താഴോട്ടാ പോകേണ്ടത്. അപ്പൊ അവള് നേരെ അവള് ഫ്രണ്ടിനോട് കാര്യം പറയാൻ വേണ്ടി പോയി. അപ്പൊ അവളെ കൂടെ എമിനും കേറിപ്പോയി. ഞാൻ അവിടെ വന്നിട്ട് രണ്ടുപേരെ വിളിക്കുന്നുണ്ട്, വാ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ റോട്ടിലൂടെ സൈക്കിൾ ചവിട്ടി പോകുന്ന ആവേശമാണ് അവക്ക് ട്ടോ. റോട്ടിക്ക് ഇതുവരെ ഇറക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് പേടിയുണ്ട്, കാരണം രണ്ടുപേരെയും മാനേജ് ചെയ്ത് പോണല്ലോ. എമിനു എടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അവന് ചിലപ്പം നടന്നേ പോവും, വാശിയൊക്കെ ആയിരിക്കും. അപ്പൊ കണ്ടോ, ഞാൻ കൈ പിടിച്ചിട്ടൊന്നും നിക്കണേ ഇല്ല, അവന് ഒറ്റക്ക് പോവാനുള്ള വാശിയാണ്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ ഈ സൈഡ് കൂടെ അധികം അധികം സൈഡ് പോവാണ്ട് നടുക്കൊന്നും പോവാണ്ട് അങ്ങനെ പോയിക്കോ, ഞങ്ങൾ അങ്ങനെ മെല്ലെ വന്നോളായിരുന്നു. പക്ഷെ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം വണ്ടി വരുമ്പോഴേ. എന്തായാലും നിർത്തിയിട്ട് തന്നെ അവള് പോണേ. ഞാൻ വിളിക്കും ഇവിടുന്ന്, മതി നിർത്ത്, ഇനി ഒപ്പം പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവള് കുറച്ച് കഴിഞ്ഞാ പിന്നെയും ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അത് ഓടാട്ടോ. ക്യാമറ ഓൺ ആയത് അറിയാണ്ട് ഞാൻ ഓടിയതായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് ഇതൊക്കെ ഞാൻ പോകുന്ന വഴിയൊക്കെ ഷൂട്ടായിട്ടുണ്ടെന്ന് മനസ്സിലായത്. ആകാശമൊക്കെയാണ് ഷൂട്ടായിട്ടുള്ളത്, നേരെ തിരിച്ചിട്ടില്ലേ. അങ്ങനെതാ ഞങ്ങള് നടന്നു പോയിക്കൊണ്ടിരിക്കാണ്. ഞാൻ ഇവനും അവനെ എടുത്തിട്ടാ പോകുന്നത്. അപ്പൊ നമ്മള് ഗ്രൗണ്ട് എത്താനായി. അതിന്റെ അടുത്ത് നമ്മളെ എളാമാന്റെ വീടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ലോണ്ടറി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എളാമാന്റെ വീട്ടിലെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ പാടത്തിന്റെ നടുവിലൂടെ അല്ലേ റോഡ്, ഭയങ്കര ഭംഗിയായിട്ട് ഇത് കാണാൻ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തൊരു ഭംഗി. ആ നേരത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്കറിയില്ല, നമുക്ക് നേരിട്ട് കണ്ടപ്പോ എന്തോ ഭയങ്കര ഭംഗി. പിന്നെ ഈ ഭാഗമൊക്കെ ആട്ടോ നമ്മളെ വെള്ളപ്പൊക്കത്തില് മൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വെള്ളം നിറയും. ഈ രണ്ട് ഭാഗമൊന്നും കാണേയില്ല. ഞാൻ ക്ലിപ്പിങ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ കൊടുക്കാൻ ശ്രമിക്കാട്ടോ. അപ്പൊ ഈ റോഡൊക്കെ തോടൊക്കെ ഒന്നാവും പറയില്ല, അതേപോലെ നമ്മളെ പാടം തോടും അതല്ല നമ്മളെ ഗ്രൗണ്ടും ഒക്കെ വെള്ളത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലിപ്പിങ്സ് ഉണ്ട്, ഞാൻ ഇൻഷാല്ലാ കൊടുക്കാം. അങ്ങനെതാ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാ. അപ്പൊ നമ്മള് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഇത്. അപ്പൊ ഞാനെല്ലാം കൂടെ ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇതിൽ ആഡാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കാട്ടോ. ഞാൻ ഊനൂനാണ് വീഡിയോസ് എടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അവൾ ഉഷാറായിട്ട് വീഡിയോസ് എടുക്കും കേട്ടോ. സത്യം പറയാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ അവളെ ഏൽപ്പിച്ച ആൾ അടിപൊളിയായിട്ട്. ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതുപോലെ തന്നെ അവൾക്ക് എടുക്കാൻ അറിയും. അവളിങ്ങനെ കുറേ ഷോർട്സും ഫോണൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗുണം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവളെ വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ ഞങ്ങളതും കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ച ടൈം ആയതുകൊണ്ട് ആ ഒരു നേരം ഭയങ്കര വെയിലുണ്ട് കേട്ടോ. ഉച്ചയല്ല, ശരിക്കും 3 മണി 4 മണി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നട്ടുച്ച എന്ന് പറയുന്നതല്ല, റോഡിന്റെ ആ ഭാഗമായതുകൊണ്ട് ഭയങ്കര വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് രസമല്ല വിചാരിച്ച്. അപ്പോഴാട്ടോ നമ്മൾ അവിടെ സൈഡിലായിട്ട് കുട്ടികൾ മീൻ പിടിക്കണ കണ്ട്. മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടല്ലോ. അപ്പം എമിനൂനും നൂനൂനും ഒക്കെ അത് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. നമ്മളെ കാലത്തൊക്കെ നമ്മൾ കുറേ പിടിച്ചിട്ടുണ്ട്, നമ്മള് കുട്ടിക്കാലത്തിട്ടോ. അപ്പം ഇപ്പത്തെ മക്കൾക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ഇതില്ല. അപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു. അപ്പൊ ആ കുട്ടികൾക്ക് കുറെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് മീനൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം അവിടെ ഒരു കുട്ടിയുടെ സൈക്കിൾ ഉണ്ട്. അപ്പൊ എനിക്കൊരു പൂതി, കുറേ കാലത്തിന് ശേഷം ഞാൻ സൈക്കിൾ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഓട്ടി കുറേ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടി. അതിനുശേഷം ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ലല്ലോ നമ്മള് ഗ്രൗണ്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ അപ്പുറം സൈഡിൽ കുട്ടികൾ കളിക്കണൊക്കെ ഉണ്ട് കണ്ടോ. അപ്പൊ ഞാൻ അവിടെ സൈഡിൽ ഇരുന്ന് അവര് മക്കള് കളിക്കട്ടെ വിചാരിച്ചിട്ട് അവിടെ നല്ല ഈ മരമൊക്കെ ഇതാ നമ്മളെ വെള്ളപ്പൊക്കത്തിൽ ഈ മരത്തിന്റെ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ നമ്മളെ വീഡിയോസിലൊക്കെ. ആ ഒരു ഭാഗമാണ് കേട്ടോ അത്. നിങ്ങൾക്ക് കാണണം മനസ്സിലാണ്ടോ അറിയൂല, പക്ഷെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അറിയായിരിക്കും. അങ്ങനെ അതാ രണ്ടുപേരും ഓടണ് വീണ്, ഞെമ്മിനൊക്കെ വീണും
പിന്നെ എൻ്റെ ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് തരുന്നുണ്ട് കേട്ടോ. എവിടെ ഞാൻ വെച്ചെടുത്തുനിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ നല്ല പോലെ കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഫ്രണ്ട്സും അവർ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തു. പിന്നെ അവിടെ ഒരു ആടും ഒക്കെ ഉണ്ടായിരുന്നു. ആട് അതിനൊക്കെ അവരെന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ ഒരു ഈവനിങ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.